ഹായ്. അപ്പോൾ നമ്മുടെ ദീപ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ദീപ സ്റ്റോറീൻ്റെ 5th പാട്ടും. അപ്പോൾ 4th പാട്ട് വരെ കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. അപ്പോൾ ഈ 5th പാട്ട് ഇഷ്ടപ്പെട്ട വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബാക്കി കേൾക്കാമല്ലേ. അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇനി എന്തെന്ന് വലിയൊരു ചോദ്യം എൻ്റെ മനസ്സിനെ കുത്തി നോവിച്ചു. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു വലിയ തെളിവാണ്. എൻ്റെ ഭാര്യ എന്താണെന്ന് തെളിയിക്കാൻ ഇത് തന്നെ ധാരാളം. ഞാൻ ഇപ്പോൾ തന്നെ പ്രതികരിക്കണോ അതോ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ? എന്നും ഭാര്യയെ ഫോളോ ചെയ്യാനോ എവിടേക്കാണ് അവൾ പോകുന്നതെന്നറിയാനോ എനിക്കൊരു മാർഗവുമില്ല. ഇന്ന് എൻ്റെ മനസ്സിനെ ഞാൻ മനഃപൂർവ്വം അടക്കി നിർത്തി. അവളുടെ ഫോണിൽ ചാറ്റ് നോക്കിയാലോ? പക്ഷേ എങ്ങനെ? എപ്പോഴും ഫോണും കൊണ്ടല്ലേ അവളുടെ നടപ്പ്. ഇനി ഞാനെങ്ങാനും ഫോൺ നോക്കുന്നത് കണ്ടാൽ അവൾക്ക് സംശയമാകുകയും ചെയ്യും. എൻ്റെ മുന്നിൽ ഒരു വഴിയും തെളിഞ്ഞു വന്നില്ല. ദീപ ഇന്നും വർക്ക് കഴിഞ്ഞ് ലേറ്റായിട്ടാണ് വന്നത്. എവിടെയായിരുന്നെന്നോ ആരുടെ കൂടെ ആയിരുന്നെന്നോ എന്താണ് അവർ ചെയ്തതെന്നോ എനിക്കറിയില്ല. രാത്രിയിൽ അവളുടെ കൂടെ കിടക്കുമ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു. 10 മണി മുതൽ 11 മണി വരെ ഞാൻ ഉറങ്ങാതെ കിടന്നു. ദീപ ഫോണുമായി വെളിയിലേക്ക് പോകുന്നതും പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. അവൾ ഉറങ്ങി. പതിയെ ഞാനും. പതിയെ പോലെ രാവിലെ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ദീപയാണ്. ഇന്നും സാരിയാണ് വേഷം. നല്ല നീല നിറത്തിൽ ഗോൾഡൻ കളർ കസവുള്ളത്. എൻ്റെ ഭാര്യയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നും കാര്യമായി അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അത് എന്തായിരിക്കും? അറിയാൻ ഒരു മാർഗവും ഇല്ല. എൻ്റെ വർക്ക് പ്ലേസിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വരുന്നത് നടക്കില്ല. ഇങ്ങനെയുള്ള ചിന്തയിൽ നിന്നും ഞാൻ ഉണർന്നത് ദീപയുടെ ശബ്ദം കേട്ടാണ്. അതെ, ഞാനിന്ന് ലേറ്റാവും. പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെയായി ഞങ്ങളുടെ ടീം ഇന്നു മുതൽ ഷിഫ്റ്റ് ടൈം 8 മണി വരെ ആക്കാൻ തീരുമാനിച്ചിരിക്കുക, ദീപ പറഞ്ഞു. ഞാനൊന്ന് മൂളി. അതും പറഞ്ഞ് അവൾ ഓവർകോട്ടും ഇട്ടുകൊണ്ട് ഫ്ലാറ്റ് ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോയി. ഞാനും എൻ്റെ ജോലിക്ക് പോകുന്നതിന് റെഡിയായി. കമ്പനിയിൽ നിന്നും എങ്ങനെയോ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നു. സമയം 6 മണിയായിരിക്കുന്നു. ഫോണെടുത്ത് നോക്കി. അവളുടെ മെസ്സേജ് ഒന്നുമില്ല. പ്രത്യേകം മെസ്സേജ് അയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പറഞ്ഞിരുന്നല്ലോ ലേറ്റ് ആവുമെന്നും 8 മണി വരെയാണ് ഷിഫ്റ്റ് ഉണ്ടെന്നും. എന്തായാലും ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു. പിക്ക് ചെയ്യാൻ വരണോ? ചായ കുടിച്ചുകൊണ്ടിരിക്കെ ദീപയുടെ മെസ്സേജ് എനിക്ക് വന്നു. വേണ്ട, ആസിഫ് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു അവളുടെ മെസ്സേജ്. അവൻ്റെ പേര് കൂടി കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കലി കയറി വന്നു. എന്ത് വന്നാലും കുഴപ്പമില്ല. ഇന്നത്തോടെ ഇതിനൊരു അവസാനമുണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. നേരിട്ട് അവളുടെ ഓഫീസിലേക്ക് പോവുക തന്നെ. വരുന്നത് എന്തു തന്നെയായാലും അപ്പോൾ നോക്കാം. കുടിച്ചിരുന്ന ചായ ഗ്ലാസ് തിരികെ കൊടുത്ത് ഞാൻ എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. തിരിഞ്ഞു നടക്കുന്ന എൻ്റെ പിറകിൽ നിന്നും ആരോ വിളിക്കുന്നത് കേട്ടുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അരുണേ, മോനെ. ഷാമേച്ചിയായിരുന്നു എന്നെ വിളിച്ചത്. കുറച്ച് ദൂരെ നിന്നായിരുന്നു എന്നെ വിളിച്ചത്. കൂടെ ഒരാൾ കൂടിയുണ്ട്. അവർ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അടുത്ത് വന്നപ്പോഴാണ് ചേച്ചിയുടെ കൂടെയുള്ള ആളെ ഞാൻ കാണുന്നത്. അത് ഷെൽമയായിരുന്നു. ഞാനും ഷെൽമയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. രണ്ടുപേരുടെയും കണ്ണിൽ അതിശയമായിരുന്നു. മോനെ, നിനക്ക് സുഖമാണോ? ഞാൻ ഇന്നലെയാടാ നാട്ടിൽ നിന്നും വന്നത്. മോനിന്നലെ ലീവായിരുന്നെന്ന് കേട്ടു, ചേച്ചി ചോദിച്ചു. അതെ ചേച്ചി, ഞാൻ ലീവായിരുന്നു. ഇന്ന് കുഴപ്പമൊന്നുമില്ല. ആ, ആണോ മോനെ? മോനെ, ഇത് ഷെൽമ, എൻ്റെ ചേച്ചിയുടെ മകളാണ്. ഇവിടെ ടൗണിലാണ് വർക്ക് ചെയ്യുന്നത്, ചേച്ചി പറഞ്ഞു. ആ, എനിക്കറിയാം. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേച്ചിയുടെ റിലേറ്റീവാണെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ഭാര്യയും ഷെൽമയും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു. ആ, ആണോ ഷെൽമേ? ചേച്ചി ചോദിച്ചു. ഷെൽമ ഇന്ന് നേരത്തെയാണോ? ഇതുവരെ ചേച്ചിയുടെ കൂടെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ചോദിച്ചു. ചോദിച്ചത് ഷെൽമയോടാണെങ്കിലും ചേച്ചിയാണ് മറുപടി പറയുന്നത്. ഷെൽമയ്ക്ക് എന്നോട് സംസാരിക്കാൻ എന്തോ മടിയുള്ളത് എനിക്ക് വ്യക്തമായിരുന്നു. അല്ല, ഇന്നിവൾ വൈകിയാ വന്നേ. അല്ലെങ്കിൽ എല്ലാ ദിവസവും 4:30 കഴിയുമ്പോൾ വീട്ടിലെത്തുന്നതാ, ചേച്ചി പറഞ്ഞു.
മോളെ, അരുൺമോൻ്റെ നമ്പർ മോള് വാങ്ങിച്ചു വെച്ചോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാമല്ലോ, ചേച്ചി ഷെൽമയോട് പറഞ്ഞു. ആ ശരിയാ, എനിക്കും ഷെൽമയുടെ നമ്പർ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഓഫീസിൽ വിളിച്ച് ദീപയെ കിട്ടിയില്ലെങ്കിൽ ഷെൽമയെ വിളിച്ചാൽ മതിയല്ലോ, ഞാൻ പറഞ്ഞു. ഷെൽമ എനിക്ക് നമ്പർ തന്നു. ഞാൻ ഷെൽമയുടെ നമ്പറിലേക്ക് ഒരു മിസ് അടിച്ചു. അപ്പോഴാണ് ചേച്ചിയുടെ ഫോണിൽ ഒരു കോൾ വന്നത്. ചേച്ചി ഞങ്ങളിൽ നിന്നും മാറി കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ അരുൺ ചേട്ടാ എന്ന് വിളിച്ചോട്ടെ, ഷെൽമ എന്നോട് ചോദിച്ചു. ആ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. അത് ചേട്ടാ, എനിക്ക് ചേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോഴല്ല, വീട്ടിലെത്തിയിട്ട് ഞാനൊന്ന് കോൾ ചെയ്തോട്ടെ, ഷെൽമ ചോദിച്ചു. ആ അതിനെന്താ ഷെൽമേ, ഒരു 7:30 വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു. ഷാമേച്ചി കോള് കഴിഞ്ഞ് തിരിച്ചു വന്നു. മോനെ, എന്നാൽ അങ്ങ് പോട്ടെ, ഷാമേച്ചി ചോദിച്ചു. ആ ഓക്കെ ചേച്ചി, ബൈ. ഞാനും എൻ്റെ കാറെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. ശരിക്കും കുറച്ചു നേരം ദൈവത്തിൽ വിശ്വസിച്ചു പോയ നിമിഷമായിരുന്നു അത്. ഇനി എന്തെന്ന് എനിക്കൊരു ഉത്തരവും കിട്ടാതിരുന്നപ്പോഴാണ് ദൈവമായി ഷെൽമയെ എൻ്റെ മുന്നിലെത്തിച്ചത്. അവളിലൂടെ എനിക്കെൻ്റെ ഭാര്യയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഷെൽമയുടെ മുഖഭാവത്തിൽ നിന്നും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവളെന്നോട് ഫോണിൽ സംസാരിക്കണമെന്ന് പറഞ്ഞതിനുള്ള കാരണം. എനിക്കും അറിയേണ്ടത് അത് തന്നെയാണ്. ദീപയും ആസിഫിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയണം. ഞാൻ വേഗം വീട്ടിൽ ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഷെൽമയുടെ കോളും പ്രതീക്ഷിച്ചിരുന്നു. ദീപയ്ക്ക് 8 മണിയുടെ ഷിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞാണ് അവൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8:30 വരെ ഞാൻ എന്തായാലും ഫ്രീ ആണ്. കൃത്യം 7:30 ആയതും എൻ്റെ ഫോണിൽ കോൾ വന്നു. ഞാൻ ഫോണെടുത്തു. ഹലോ, അരുൺ ചേട്ടനല്ലേ? ഷെൽമയായിരുന്നു. ആ അതെ, ഇത് ഷെൽമയല്ലേ? ഞാൻ ചോദിച്ചു. ആ അതെ, അവൾ മറുപടി പറഞ്ഞു. ഇത്ര കൃത്യനിഷ്ഠയുള്ള ആളാണെന്ന് ഞാൻ കരുതിയില്ലട്ടോ, ഞാൻ പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ല ചേട്ടാ. നിങ്ങളുടെ ടീമിന് ഷിഫ്റ്റ് 8 മണി വരെയല്ലേ, പിന്നെന്താ ഇത്ര വേഗം ഇന്ന് ഓഫീസിൽ നിന്നും വന്നത്, ഞാൻ അവളോട് ചോദിച്ചു. അത് ചേട്ടാ, ഞങ്ങളുടെ ഓഫീസ് ടൈം 9 to 3:30 ആണ്, ഷെൽമ പറഞ്ഞു. ഓ, എന്നോട് ദീപ പറഞ്ഞിരിക്കുന്നത് 9 to 5 ആണെന്നാണല്ലോ, ഞാൻ ചോദിച്ചു. അത് ചേട്ടാ. എന്താ ഷെൽമേ, പറഞ്ഞോ. ചേട്ടാ, ഞാൻ പറയുന്നത് ചേട്ടൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഷെൽമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭാര്യയുടെ ചുറ്റിക്കളിയെ പറ്റിയല്ലേ. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഷെൽമ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ അറിവോടെയാണോ ഇതെല്ലാം നടക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. പിന്നെ ചേട്ടൻ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? അത് 2 ആഴ്ച ആയിട്ടുള്ളൂ ഞാൻ അവളുടെ കള്ളത്തരങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ട്. ആണോ? ആരാ അതെല്ലാം അറിയിച്ചത്? അങ്ങനെ ആരും അറിയിച്ചതല്ല. ഒരിക്കൽ മാളിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ആസിഫാണ് അവളുടെ ലവർ എന്ന്. ചേട്ടാ, ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ചേട്ടൻ വിചാരിക്കുന്ന പോലെ ദീപചേച്ചിയുടെ ലവർ ആസിഫ് അല്ല. പിന്നെ? അത് ജാഫ്രിക്കയാണ് ഏട്ടാ. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടതൊക്കെ? ചേട്ടൻ എന്തൊക്കെ കണ്ടത്? അവൾ ചോദിച്ചു. അത് മാളിൽ വെച്ചും അതുപോലെ എൻ്റെ വീട്ടിൽ വെച്ചും. ഞാൻ മനഃപൂർവ്വം പാർട്ടിയുടെ കാര്യം പറഞ്ഞില്ല. വീട്ടിൽ വെച്ചോ? അതെങ്ങനെ? അവൾ ചോദിച്ചു. ആ, അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ബാൽക്കണിയിൽ വെച്ച് അവർ 2 പേരും അകലെ നിന്നാണ് ഞാൻ കണ്ടത്, ഞാൻ പറഞ്ഞു. ഓ അങ്ങനെയോ? ആ അതെ. പിന്നെ നീ എന്താ ജാഫറാണെന്ന് പറഞ്ഞത്? അത് ഞാനൊക്കെ ജോയിൻ ചെയ്യുന്നതിന് ഒരുപാട് മുമ്പാണ് ജാഫറിക്ക കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഏകദേശം 1 വർഷം മുമ്പ്. അതിനെല്ലാം ശേഷമാണ് ശരത്തും ആസിഫും രേഷ്മേച്ചിയും ജോയിൻ ചെയ്തത്. ആ, അതൊരിക്കൽ ദീപ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു. മറ്റുള്ളവർ ജോയിൻ ചെയ്യുന്നതിന് ഒരുപാട് മുമ്പ് ഇവർ അടുപ്പത്തിലായിരുന്നു ഏട്ടാ. അപ്പോൾ ഇതെപ്പോൾ സംഭവിച്ചു? എങ്ങനെ ആസിഫ് ഇവളുടെ കൂടെ? ഞാൻ ചോദിച്ചു. ചേട്ടാ, ഇപ്പോഴും ചേച്ചി ആസിഫിൻ്റെ ലവറൊന്നും അല്ല.
ജാഫ്രിക്കയുടെ ലവർ തന്നെയാണ്. ഏ, നീ ഒന്ന് തെളിച്ച് പറ. ജാഫ്രിക്ക പറഞ്ഞിട്ടാണ് ചേച്ചി ആസിഫിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ജാഫ്രിക്ക ഒരു പ്രത്യേക ടൈപ്പാണ്. അയാൾക്ക് അങ്ങനെയൊക്കെ അറിയുന്നതും കാണുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനൊരു സ്വഭാവമാണ് അയാൾക്ക്, ഷൽമ പറഞ്ഞു. ഓ, അതിനവന് എൻ്റെ ഭാര്യയെ തന്നെ വേണമല്ലേ? ഇത്രയും നാൾ എൻ്റെ കളി മൊത്തം ആസിഫിനോടായിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ജാഫറാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ ചേട്ടാ, ചേച്ചി വീട്ടിൽ നിന്നും വരുന്ന പോലെയല്ല ഓഫീസിൽ. അവിടെ ചേച്ചി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ജാഫ്രിക്കയാണ്. അപ്പോൾ ബാക്കി സ്റ്റാഫുകൾ ഇതൊന്നും കാണാറില്ലേ? ഞാൻ ചോദിച്ചു. അത് ആദ്യമൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫീസിൽ വല്ല പ്രൊജക്റ്റ് കിട്ടുന്നതും അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഞങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവരുടെ കയ്യിൽ ഓഫീസിൻ്റെ കീ പോലും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഓ, അപ്പോൾ അതുകൊണ്ടാണോ ദീപ എപ്പോഴും ലേറ്റായി വരുന്നത്? ഞാൻ ചോദിച്ചു. ആ, അങ്ങനെയും പറയാം. പക്ഷേ മറ്റ് എംപ്ലോയീസ് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഓരോ പ്രവൃത്തികളാണ്. എനിക്കതൊക്കെ ചേട്ടനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഷൽമ പറഞ്ഞു. അപ്പോൾ ഷൽമ അവരുടെ കൂടെ ഇതിനൊന്നും നിൽക്കാറില്ലേ? ഞാൻ ചോദിച്ചു. അതേട്ടാ, അവരെന്നെ നിർബന്ധിക്കാറുണ്ട്. പക്ഷേ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ താല്പര്യമില്ല. എന്നിരുന്നാലും 1-2 തവണ ഞാൻ നിന്നിട്ടുണ്ട്. നിന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അന്ന് എന്താ സംഭവിച്ചേ? ഞാൻ ചോദിച്ചു. അന്നൊരിക്കൽ രേഷ്മേച്ചിയും ദീപേച്ചിയും കൊണ്ട് അവർ ഡാൻസ് ചെയ്യിപ്പിച്ചു. പിന്നീട് ചേട്ടാ, ഞാൻ എങ്ങനെയാ ചേട്ടനോട് ഇതെല്ലാം പറയുക? പറ്റാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു. പിന്നീടൊരിക്കൽ അവർ 2 പേരും കൂടി. മതി, ഞാൻ സ്വയം മനസ്സിലാക്കുന്നു. കൂടുതൽ കുത്തി ചോദിച്ചാൽ ഇതെല്ലാം കേട്ട് ഞാൻ സന്തോഷിക്കുകയാണെന്ന് ഷൽമ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. ചേട്ടാ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. അവരെല്ലാവരും നിങ്ങളുടെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്, ഷൽമ പറഞ്ഞു. എല്ലാവരുമോ? ആസിഫ് വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷേ മറ്റുള്ളവരെപ്പോൾ? ഞാൻ ചോദിച്ചു. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ നിങ്ങളുടെ അവിടെ വരാറുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടാണോ? ഞാൻ ചോദിച്ചു. അല്ല, ഞങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് എന്നും പറഞ്ഞ് ഓഫീസിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും പോകാം. പിന്നെ കമ്പനിക്ക് ഞങ്ങൾ കാരണം ഗുഡ് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് കൂടുതൽ ഫ്രീഡവുമുണ്ട്. ആരും ചോദിക്കാനും വരില്ല. പക്ഷേ അവരിവിടെ വരുന്ന കാര്യം ഷൽമയ്ക്ക് എങ്ങനെ അറിയാം? ഷൽമയും ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു. ഇല്ല, ഞാൻ വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട്. ഗ്രൂപ്പോ? അതെ ഏട്ടാ, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. ഞങ്ങൾ 6 പേര് മാത്രമുള്ള ഗ്രൂപ്പാണ്. കമ്പനി ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്താണെങ്കിലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് പറയുന്നത്. ഞാൻ ക്വിറ്റടിക്കാൻ അവർ സമ്മതിക്കുന്നില്ല, ഷൽമ പറഞ്ഞു. അതിൽ അവർ വീഡിയോസ് ഇടാറുണ്ടോ? ആ, എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനതിൽ കയറാറില്ല. പിന്നെ എൻ്റെ കമ്പനി നമ്പറാണ് ആ വാട്സപ്പിൽ. ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഷൽമ പറഞ്ഞു. അത് ഷൽമ, എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, എന്തായിട്ടാ, ചോദിച്ചോളൂ. അത് ഷൽമയുടെ വേറെ നമ്പറിലാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെന്നല്ലേ പറഞ്ഞത്. ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാനുമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് ഷൽമയുടെ നമ്പർ അവരുടെ ഗ്രൂപ്പിൽ ആക്സസ് കിട്ടുമോ? അത് ചേട്ടാ, അതങ്ങനെ. പ്ലീസ് ഷൽമ, എനിക്ക് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊന്ന് കൈയോടെ അറിയണം. അതിനു വേണ്ടിയാണ്. എന്നെ ഒന്ന് സഹായിക്ക്, ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം. എന്താ, പറഞ്ഞു. അവർ കൂടുതലും ചാറ്റ് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. ആ സമയത്ത് ഒരിക്കലും ഗ്രൂപ്പ് തുറക്കരുത്. എന്നെ അവർ ഓൺലൈനിൽ കാണരുത്. പിന്നെ എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ആ, ഓക്കെ ഷൽമ. പിന്നൊരു കാര്യം, നീയും ഷാമേശും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ദീപ അറിയരുത്, നമ്മൾ പരിചയപ്പെട്ടതും. ആ, ശരി ഏട്ടാ.
എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി മറ്റ് ഡീറ്റെയിൽസ്. പിന്നെ എൻ്റെ നമ്പർ വേറെ ആരുടെങ്കിലും പേരിൽ സേവ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു. ആ ഓക്കെ ചേട്ടാ, എൻ്റെയും കോണ്ടാക്റ്റും വേറെ പേരിൽ സേവ് ചെയ്യണം, അവൾ പറഞ്ഞു. ഓക്കേടോ. ഓക്കെ ചേട്ടാ, ഞാൻ കോള് കട്ട് ചെയ്യാം. ആ ഷെൽവ, ഒരു മിനിറ്റ്, ഇതൊന്നും ഷാമിച്ചിയും അറിയരുത്. ഏയ് ഇല്ല ഏട്ടാ, ഓക്കെ ബൈ. സമയം 8:30 ആവുന്നു. എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, ഷെൽമയുടെ ഓഫീസ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും. ഞാൻ ആ ഗ്രൂപ്പിൽ കയറി. 24 hours ഡിസപ്പിയർ ഓപ്ഷനാണ് ഗ്രൂപ്പിൽ. ഷെൽമ പറഞ്ഞതുപോലെ അവൾ ഓൺലൈനിലുള്ളതായി മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ വാട്സപ്പ് ക്ലോസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ദീപയും വന്നു. എല്ലാം നോർമൽ. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നീട് ഞങ്ങൾ കിടന്നുറങ്ങി. ഫോണിൽ ചാറ്റ് ചെയ്യാൻ അവൾ എഴുന്നേൽക്കുമ്പോൾ എനിക്കറിയാനാണ് ഞാനതെല്ലാം ചെയ്തത്. ഒരു 11 മണിയായിട്ടുണ്ടാവും. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പോയി. ഞാൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. എന്തായാലും എനിക്കിപ്പോൾ അവരുടെ ചാറ്റ് നോക്കാൻ പറ്റില്ല. നാളെ ആവുന്നതുവരെ കാത്തിരിക്കണം. ദീപ എപ്പോഴാണ് തിരിച്ചു വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. അടുത്ത ദിവസം ഞാൻ ഉറക്കമുണർന്നു. എൻ്റെ ഉത്തമയായ ഭാര്യ ജോലിക്ക് പോകാൻ നിൽക്കുന്നു. ഒരു ബൈയും പറഞ്ഞ് അവളെ ഞാൻ പറഞ്ഞു വിട്ടു. ഉടനെ തന്നെ ഫോണെടുത്ത് വാട്സപ്പ് തുറന്നു. 10:45 കഴിഞ്ഞാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിരിക്കുന്നത്. ഹലോ, എവിടെ എൻ്റെ ദീപമോള്, ഉറക്കായോ? ആസിഫിൻ്റെ മെസ്സേജായിരുന്നു. എന്താടാ, നിനക്ക് അവളെ മാത്രം മതിയോ ഇപ്പോൾ? രേഷ്മയുടെ മെസ്സേജ്. അയ്യോ ചേച്ചി, അങ്ങനെ പറയരുത്. നീ അവളെ മാത്രം തിരക്കുന്നുണ്ട് ചോദിച്ചതാടാ. അത് ദീപ ചേച്ചി ഭർത്താവിൻ്റെ കൂടെ ആകും. ശരത്തിൻ്റെ മെസ്സേജായിരുന്നു അത്. എൻ്റെ കെട്ടുവിന് ഞാൻ കൂടെ ഉണ്ടെന്ന് ഒരു വിചാരവുമില്ല. വരുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, അത്ര തന്നെ. ദീപയുടെ മെസ്സേജ്. ഷോ, ഇങ്ങനൊരു മണ്ടൻ, ശരത്ത് പറഞ്ഞു. ഡാ വേണ്ടട്ടോ, എൻ്റെ അരുൺ ബ്രോയെ നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ആസിഫാണ് അത് പറഞ്ഞത്. ഓ, അവൻ കാരനാണല്ലോ നിനക്ക് ദീപയെ കിട്ടുന്നത്. അതുകൊണ്ട് നിനക്ക് അരുണിനോട് കുറച്ച് സ്നേഹം കൂടും അല്ലേടാ? രേഷ്മ ആസിഫിനോട് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു. അത് സ്വാഭാവികമല്ലേ ചേച്ചി, ശരത്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റൊക്കെ ഇക്കാക്കാണ്. ഇക്കയല്ലേ ഇതൊക്കെ ഇങ്ങനെയാക്കി എടുത്തത്, ആസിഫ് പറഞ്ഞു. അതെ അതെ, ഇവളെ ഇങ്ങനെ ആക്കിയെടുത്തത് ഇക്ക തന്നെയാണ്, രേഷ്മയും പറഞ്ഞു. ഒന്ന് പോ ചേച്ചി. ദീപയുടെ മെസ്സേജായിരുന്നു അത്. അല്ല, നാളെ എന്താ പരിപാടി, ശരത്ത് ചോദിച്ചു. ദേ, നാളൊരു പരിപാടിക്കും ഞാനില്ല, എനിക്ക് ഫുള്ള് റെസ്റ്റ് വേണം, ദീപ പറഞ്ഞു. ആ, എനിക്കും വേണം, രേഷ്മയും പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഇപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിരിക്കുക, പ്ലീസ്, ആസിഫ് പറഞ്ഞു. അതെ, അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് പറ, ശരത്ത് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ആസിഫ് നാളെ ജോലി കഴിഞ്ഞ് നമുക്ക് എൻ്റെ ഫ്ലാറ്റിൽ പോകാടാ, രേഷ്മയുടെ മെസ്സേജായിരുന്നു അത്. ഞാൻ ഇപ്പോഴേ റെഡി, ആസിഫ് പറഞ്ഞു. അയ്യടാ, നാളെ മതി. അപ്പോൾ ഞാനോ, ശരത്ത് ചോദിച്ചു. ഡാ ശരത്തെ, നിനക്ക് ഞാനൊരു ഓഫർ തരാം, ദീപ പറഞ്ഞു. എന്താ, പറയൂ മാഡം. നീ നാളെയും വെയിറ്റ് ചെയ്യണം. തേഴ്സ്ഡേ നമുക്കൊരു മൂവിക്ക് പോയാലോ? ആ, ഞാനും ഓക്കെ. പിന്നെ ദീപേച്ചി, ഒരു കാര്യം, അന്ന് ആസിഫിന് കിട്ടിയ പോലെ എനിക്കും വേണം. എന്ത് വേണമെന്ന്? അതൊക്കെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. സമ്മതിച്ചു. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ആസിഫ് പോയി. അപ്പോൾ ഇന്ന് ആസിഫും രേഷ്മയും ഒരുമിച്ചായിരിക്കും. എൻ്റെ ഭാര്യ നല്ല കുട്ടിയായിരിക്കുമെന്ന് എന്തോ ചെറിയൊരു ആശ്വാസം എനിക്ക് തോന്നി. ഇന്ന് സമാധാനമായി ജോലിക്ക് പോവാം. അങ്ങനെ മെസ്സേജെല്ലാം വായിച്ചു കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ 6th പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക.